السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മദദ് റിയാദു സ്വാലിഹീൻ ക്ലാസ്. റിയാദു സ്വാലിഹിലെ 38ാമത്തെ ബാബ് തൻ്റെ കുടുംബത്തൊട്ടും അള്ളാഹുടെ ത്വാഅത്ത് കൊണ്ട് കൽപ്പിക്കണം. അത് അവൻ്റെ ഉത്തരവാദിത്വം ആയിട്ടിക്കരുത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവൻ്റെ മാത്രമല്ല അവൻ്റെയും അവൻ്റെ കുടുംബത്തെയും, അതായത് അവൻ്റെ പെഞ്ഞയും മക്കളെയും സ്വർഗത്തിൽ വിളിച്ചു പോകുന്നത് അള്ളാഹു കൽപ്പിച്ചതാണ്. നരകത്തിൽ നിന്ന് കാത്തോറിനോട് കൽപ്പിച്ചത്. ഇതിനെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ ക്ലാസ്സിലാണ് വിശദീകരിച്ചത്. ഈ ബാബിലെ 1ാമത്തെ ഹദീസ് ആയിട്ടിക്കത് ഇന്ന് വിവരിക്കുന്നുണ്ട്. ഹദീസ് നമ്പർ 298. عن أبي هريرة رضي الله عنه قال أخذ الحسن بن علي رضي الله عنهما تمرة من تمر الصدقة فجعلها في فيه فقال رسول الله صلى الله عليه وسلم كخ كخ ارمي بها على ما علمت أننا لا نأكل الصدقة. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിന്റെ മോൻ ഹസൻ റളിയല്ലാഹു അൻഹു, അതായത് നബിയുടെ മോള് മക്ക. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോൾ ഫാത്തിമ ബീവിയുടെ ആയിട്ട് മങ്ങലായിരുന്നു. ആ ഫാത്തിമ ബീവിയിൽ നിന്ന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു മക്കളുണ്ട്. അതിൽപ്പെട്ട 2 മക്കളായിട്ട് ഒന്ന് ഹസൻ, ഒന്ന് ഹുസൈൻ. അപ്പൊ ഇങ്ങനെ രണ്ടാളും എന്തല്ല ഇങ്ങനെ രണ്ടാളും ഒരേ സമയത്ത് പ്രസവിക്കപ്പെട്ടങ്ങ അല്ല. ഒരാൾ വലിയ ഒരാൾ ചെറിയായിട്ട് 5 മക്കളായിട്ട് അത് ഉണ്ടായത്. ഹസൻ റളിയല്ലാഹു, അലി റളിയല്ലാഹു. അതിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു ആയിട്ട് സാധാരണ കേൾക്കുന്ന ഹസൻ ഹുസൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുള്ളിമാർ. അപ്പൊ ഹസൻ റളിയല്ലാഹു അൻഹു സദക്കയിൽപ്പെട്ട കാരക്കെ എടുത്തത്, അതായത് സക്കാത്തിലെ കാരക്കെ അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഒരു കാരക്കെ എടുത്ത് ബായിക്കിട്ടു. അതായിട്ട് ഫജഅലഹ ഫീ ഫീഹി, ഹസൻ റളിയല്ലാഹു ബായിലിട്ടത്. എതിരെ സക്കാത്തിലെ കാരക്കെ അവിടെ ഒരുമിച്ച് കൂട്ടിയത് അതെടുത്തിട്ട് ബായിക്കിട്ടത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഹ് കഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കഹ് കഹ് എന്ന് ചൊല്ലുന്നത്, അതായത് അങ്ങനെ അണ്ടത്തെ ആ കാലത്ത് തുപ്പൊക്കെ മക്കെന്തെങ്കിലും ഇഷ്ടമില്ല, അതായത് വേണ്ടാത്ത മക്ക ചെയ്തെങ്കിൽ ഞങ്ങൾ ആ മക്കളൊക്കെ ആ മക്കളൊട്ട് അതിൽ വിരോധിക്കുന്ന ഒരു പദമായിട്ടിക്കത് കഹിൻ കഹിനും കാക്ക കഹ് കഹിൻ്റെ കാക്കം ഇറുമി അതിലെടുത്ത് എറി, അത് വേണ്ട. അമ്മ അലിംത എനിക്ക് ഗൊന്തില്ലേ അന്ന അലാന അക്കുൽ സ്വതക്ക, ഞങ്ങൾ ജക്കാത്ത് തിന്നുകയില്ലാണ്ട്. അതായത് ജക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന് അർഹതപ്പെട്ടതല്ല, അങ്ങനെ കൊടുക്കുക തീര. അത് സമ്പത്ത് ശുദ്ധിയാക്കുള്ള ഒന്നായിട്ടിരിക്കണം. അപ്പൊ നബിയുടെ കുടുംബത്ത് അത് കൊടുക്കുക തീര എന്ന് ഇസ്ലാമിന്റെ നിയമമുണ്ട്. അതുകൊണ്ടിട്ട് ജക്കാത്തിലെ സ്വത്തിൽ നിന്ന് ഒരു കാറൊക്കെ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ചെറിയേ, അപ്പൊ അത് എടുത്ത് ബായിക്കിട്ടതായിട്ട് കിടാവായിട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊരു തുപ്പാട്ടിത്ത് എന്നാൽ ചെന്ന് ഞങ്ങൾ സ്വതക്ക തിന്നോക്ക്. സ്വതക്ക എന്നുള്ള ഉദ്ദേശം കൂടെ ജക്കാത്തായിട്ട് ഫർലായ സ്വതക്ക ആയിട്ട് ഞങ്ങൾ ജക്കാത്ത് വരും. അപ്പൊ അത് ഞങ്ങൾക്ക് ഹലാലല്ലാണ്ട് നിക്ക് ഗുന്തില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി വെക്കും. അപ്പൊ നമുക്കൊരു ഒരു ഹലാലല്ലാത്ത ഒരു കാറൊക്കെ അത് ബായിക്ക് പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടില്ല. അപ്പോൾ നബിയുടെ മക്കളെ പുള്ളിമാരെ എത്ര ജാഗ്രത ആക്കിയത് മുത്തഫഖുൻ അലൈഹി. അതാ വഫീ റിവായത്തിൽ പിന്നൊരു റിപ്പോർട്ടിൽ അന്ന ലാ തഹില്ലു ലനാ സ്വദഖത്തു, ഞങ്ങൾക്ക് സദഖ ഹലാലല്ല. ഇപ്പൊ 8 വിഭാഗമായിട്ട് സക്കാത്തിലെ അവകാശികൾ. ആ സക്കാത്തിലെ അവകാശികൾ 8 വിഭാഗം ഞങ്ങൾ വിവരിക്കണം. അങ്ങനെ ആയിട്ട് സക്കാത്ത് അവകാശപ്പെട്ടത് അതിൽ നബിയുടെ കുടുംബത്തിൽ കൊടുക്കോ തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കില്ല. വഖൗലു കഹ് കഹ് എന്നുള്ളത് യുഖാലു ബിസ്കാനിൽ ഖാഗ് സുക്കൂനാണ് കഹ് എന്നും ഉപയോഗാക്കല്. യുഖാലു ബി കസ്രിഹാ മാ തൻവീൻ, തൻവീനോടുകൂടി കഹിൻ കഹിൻ എന്നും ഉപയോഗപ്പെടും. വഹിയ കലിമത്തു സജ്റിൻ ലിസ്വബിയാനിൽ മുസ്തഖ്ദറാത്ത്,
മക്ക എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്ത് എന്തെങ്കിലും നിറക്കുള്ളതെല്ലാം ചെയ്തെങ്കിൽ അപ്പൊ ഉപയോഗമാക്കിയ ഒരു പദമായിട്ടില്ല. നാലെ ഭാഷയിൽ ഞങ്ങൾ മക്കൾ എന്തെങ്കിലും വേണ്ടാത്തെടുത്ത് ബായി കിട്ടിയ ഞങ്ങൾക്ക് ഉപയോഗനായി ആ സമയത്ത് ഉപയോഗമാക്കുന്ന ഒരു പലക്കെ കിടന്നു. ഒരു ഏരിയത്ത് ഒരു കാലഘട്ടത്തിൽ വ്യത്യാസം. അപ്പൊ കാനൽ ഹസൻ റളിയല്ലാഹു സ്വബിയാണ്. ഹസൻ റളിയല്ലാഹു അണ്ട് ചെറിയായിട്ട് കിടാവായിട്ട് കുമ്പത്തായിട്ട് കിട്ടിയ സംഭവം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ വിരോധിച്ചത് എന്നുള്ളതായിട്ട് കിട. അപ്പൊ ചെറിയ കിടാവായിട്ടിരിക്കുമ്പോ തന്നെ അവിടെ എദ്രസൊന്ന് കൊടുത്തിട്ട് നമുക്ക് സക്കാത്ത് ഹലാലല്ല. അപ്പൊ ഞങ്ങളെ മക്ക വേണ്ടാത്ത ചെയ്യുമ്പോൾ ഞങ്ങൾ അവിടെ ചൊന്നു കൊടുക്കേണ്ടത് ഇത് ഞങ്ങൾക്ക് ഹലാലല്ല, ഇത് ഞങ്ങൾക്ക് ഹറാമായിട്ട് ഇത് ഞങ്ങൾ ചെയ്യുക തീറ എന്ന് ഇങ്ങനെ എന്താക്കണം. മക്കൾ ചെറിയതിൽ തന്നെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ഇത് ശരിയല്ല, അപ്പൊ സക്കാത്ത് ഞങ്ങൾക്ക് ഹലാലല്ല, ഞങ്ങൾക്ക് ഹലാലല്ലാത്ത ഞങ്ങളെ ബായി കൊണ്ടുതീരാം. അപ്പൊ ഞങ്ങൾ ആയിട്ടിക്കടെ അവിടെ എന്താക്കേണ്ടത്, ഇപ്പൊ കളവച്ചോളുടെ അവിടെ ആണെങ്കിൽ നിങ്ങൾക്കത് ചൊല്ലുക തീരാം. അന്യരുടെ ഒരു സ്വത്ത് എടുക്കുക, ഞങ്ങൾക്കത് തീരാം, പിന്നെ അടുത്തത് എടുക്കുക തീരാം. ഇത് വേണ്ട, അത് ഞങ്ങൾ ചെയ്യുക തീരാം എന്ന് ചെറിയതിൽ തന്നെ മക്കളെ ഈ ദീനിയായ നിലക്ക് വളർത്തുക എന്നത് അല്ലെ, അതായിട്ടിക്കടെ ഞങ്ങൾ ചെയ്യേണ്ടത്. അതുക്കുള്ള പിന്നെ ഏത് വേണം, അതുക്കുള്ള യോഗ്യത ഞങ്ങൾക്ക് ഉണ്ടാവണം. യോഗ്യത ഉണ്ടാവണമെങ്കിൽ കളവ് ചൊല്ലുക തീരാണ്ട് ഞങ്ങൾ ചൊല്ലണമെങ്കിൽ ഞങ്ങൾ ചൊല്ലാണ്ട് ഇക്കടെ അങ്ങ് വേണ്ടേ. തെറ്റാതെ ചെയ്യുക തീരാണ്ട് എന്ന് ചൊല്ലണമെങ്കിൽ ഞങ്ങൾ ചെയ്യുകയും തീരല്ലോ. അപ്പോൾ എന്താക്കണം, സ്വയം നന്നാവുക, മക്കളെ നന്നാക്കുക, എന്നിട്ട് പിന്നെ ബാക്കി നിങ്ങളെ കുടുംബത്തെ ആയിട്ട് ഫസ്റ്റ് ഞങ്ങൾ ശരിയായ നിലക്കൽ നിലനിപ്പാട്ടേണ്ടത് അത് ഞങ്ങൾ നോക്കണം. അള്ളാഹു സാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തട്ടെ, നല്ലത് ചെയ്യുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ മറ്റുള്ള ആൾമാർക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.